ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഗിഫ്റ്റ് കാർഡ്സും അതുപോലെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസും ഒക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗിഫ്റ്റ് കാർഡാണ്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് പിക്ചേഴ്സ് വേണം. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് കോപ്പി ചെയ്ത കുറച്ച് പിക്ചേഴ്സാണ്. കോപ്പി ചെയ്തതെന്നല്ല, നോക്കി വരച്ചതാണ്. അങ്ങനത്തെ പിക്ചേഴ്സ് എടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ അട്രാക്റ്റീവ് ആവുന്ന കളേഴ്സ് എല്ലാം കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഗിഫ്റ്റ് കാർഡിൽ വെക്കാൻ വേണ്ടി 4 പിക്ചേഴ്സാണ് മെയിനായിട്ട് എടുക്കുന്നത്. ആ 4 പിക്ചേഴ്സാണ് ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് കാർഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ചാർട്ട് പേപ്പർ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറായിട്ടുള്ള ചാർട്ട് പേപ്പർ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഞാൻ മൈ വേൾഡ് എന്ന് സിമ്പിളായിട്ട് എഴുതി ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ പോലെയാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് പെന്നും വൈറ്റ് പെന്നും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് സ്കെച്ച് പെൻസോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പിക്ചർ ഞാൻ ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു, അതിൻ്റെ ഫ്രണ്ട് പേജ് ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടത് പ്ലെയിനായി കിടക്കുന്നതുണ്ട്. സിമ്പിളായിട്ടുള്ള ബോർഡറാണ് ഞാൻ വരച്ചു കൊടുത്തത്. ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് 4 സൈഡും ഒന്ന് വരച്ചു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് മേലെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു കോട്ട് എഴുതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഒക്കേഷൻ അതിനനുസരിച്ചിട്ടുള്ള കോട്ട് എഴുതാം. ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള കോട്ട് എഴുതാൻ വേണ്ടിയിട്ട് വൈറ്റ് ഇങ്ക് പെന്ന് യൂസ് ചെയ്തു. എന്നിട്ട് അതിന് കുറച്ച് ബോർഡറൊക്കെ കൊടുത്തു, എന്തൊക്കെയോ വെച്ചു. അതൊന്ന് കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആക്കാൻ നോക്കിയതാണ്. കൊള്ളായോ എന്നറിയില്ല. പിന്നെ ഞാൻ നേരത്തെ വരച്ച് വെച്ച ആ സ്റ്റിക്കേഴ്സ് എല്ലാം കട്ട് ചെയ്തെടുത്ത് അതിലെല്ലാം ഗമ്മ് വെച്ചു. ഇനി നമുക്കത് ഓരോന്നായിട്ട് നമ്മളുണ്ടാക്കിയ കാർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പേപ്പർ കട്ടിങ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചാലും മതി. എൻ്റെ അടുത്ത് അങ്ങനെ പേപ്പർ കട്ടിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഈ പിക്ചേഴ്സ് നോക്കി വരച്ചത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഫോക്കസ് ഓൺ ഗുഡ് എന്നുള്ള ഒരു പിക്ചർ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ യു ആർ ഇനഫ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റിക്കർ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഒട്ടിക്കാൻ പോയത്. പിന്നെ എൻജോയ് എവറി ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് എവറി മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് ഗോയിങ് എവറിവെയർ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു പേപ്പർ പ്ലെയിനിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും 4 പിക്ചേഴ്സും ഞാൻ 4 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ എല്ലാം ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണം. ഇതിൻ്റെ ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പഴയ ബുക്കിൽ നിന്ന് പേപ്പർ കട്ട് ചെയ്ത് ഈ പേപ്പേഴ്സ് ഇതിൻ്റെ 4 സൈഡിലും മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഫ്രണ്ട് പേജിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിരുന്നു. ആ ബ്ലാങ്ക് സ്പേസിലെല്ലാം ഞാൻ വൈറ്റ് പെന്ന് വെച്ചിട്ട് ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തു. ഇതാണ് ലാസ്റ്റത്തെ നമ്മുടെ ഫൈനലായിട്ടുള്ള ഈ കാർഡ് ഉണ്ടാവുന്നത്. സിമ്പിളായിട്ട് നമ്മൾ 4 പിക്ചേഴ്സ് ഒട്ടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പിക്ചേഴ്സ് വരയ്ക്കാനിരുന്നുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് ഒരു പഴയ പേപ്പർ ഒട്ടിച്ച് സെറ്റാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള കാർഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളൊരു പേപ്പർ ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പേപ്പർ ഫ്ലവറിന് നിങ്ങളടുത്ത് കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് പെയിൻറ്റ് ചെയ്യാം. ഇതിന് ശേഷം ആ ഫ്രണ്ടിലത്തെ ഭാഗം കുറച്ച് ബാക്കിലേക്ക് മടക്കി ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കണം. പേപ്പർ കംപ്ലീറ്റായി റോൾ ചെയ്തതിൻ്റെ ശേഷം താഴെ ഭാഗം മാത്രം ട്വിസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ട്വിസ്റ്റ് ചെയ്ത് അതൊരു കമ്പ് പോലെ ആക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേലെ ഫ്ലവറും താഴെ അതിൻ്റെ കമ്പുമായിട്ട് കിട്ടും. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ തന്നെയാണ്, പേപ്പർ ഫ്ലവറാണ് ഞാൻ കാണിച്ചു തന്നത്. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാം. 2 കളറ് പെയിൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ ഫ്ലവറും ചെയ്യുക. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഒരു പേപ്പർ ഫ്ലവറിൻ്റെ ലുക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ഏത് ചെറിയ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന പേപ്പർ ഫ്ലവറാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഫ്ലവർ പ്ലസ് നമ്മുടെ ഒരു മെസ്സേജ് കാർഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ആദ്യം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മളൊരു പേപ്പറിൽ കുറേ കിസ് ചെയ്യുക. അങ്ങനെ കിസ് ചെയ്തിട്ട് നമ്മൾ ചുണ്ടിൻ്റെ പ്രിൻ്റ് അതിൽ വരുത്താം. അങ്ങനെ വന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നീളത്തിൽ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ചുണ്ടിൻ്റെ പോലത്തെ ഷേപ്പ്, ലിപ്സിൻ്റെ ഷേപ്പ് നിങ്ങൾ പെയിൻറ്റ് ചെയ്തെടുത്താലും മതി. സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാട് ലിപ്സ് ഇരിക്കുന്ന പോലെ തോന്നിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പോ ഏത് ഷേപ്പ് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അങ്ങനെ അതെല്ലാം ഒരു പേപ്പറിൽ സ്ട്രിപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഒരുപാട് ഒട്ടിക്കണം. ഇത് ഞാൻ പിന്നെ ഒരു പേപ്പറിലും കൂടെ ചെയ്തു. അങ്ങനെ അത് രണ്ടും കൂടി ഒരുമിച്ച് ഒട്ടിച്ചു. അതിന് ശേഷം ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്ത് റോൾ ചെയ്ത് അതൊരു സ്റ്റെമ്മാക്കി അതിൻ്റെ മേലെ ഇതിങ്ങനെ ഓരോ ഈ നമ്മൾ നേരത്തെ ആ ലിപ്സിൻ്റെ പ്രിൻ്റ് ഒട്ടിച്ചു കൊടുത്ത പേപ്പർ ഓരോന്നായിട്ട് ഇതിലിങ്ങനെ റോൾ ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ ഇതളുകൾ അത് റോൾ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വിടുമ്പോൾ അതൊന്ന് വിടർന്ന് വരും. അതൊന്ന് റിലാക്സായി വരുമ്പോൾ തന്നെ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. പിന്നെ നമ്മളത് ഒന്നും കൂടെ ആക്കി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലവറിൻ്റെ ഓരോ ഇതളുകളുടെ ബാക്കിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണോ വേണ്ടത് ആ മെസ്സേജ് എഴുതാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കുമ്പോൾ മെസ്സേജ് എഴുതാൻ മറന്നുപോയതാണ്. ഓരോ പെറ്റൽസിൻ്റെയും ബാക്കിൽ നിങ്ങൾക്ക് ഐ മിസ് യു എന്നോ ഹാപ്പി ബർത്ത്ഡേ എന്നോ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ ആ മെസ്സേജ് ഇതിൻ്റെ ബാക്കിൽ എഴുതാം. അപ്പോൾ ഈ ഫ്ലവർ ഇങ്ങനെ ഓപ്പൺ ആക്കുന്നവർക്ക് ആ മെസ്സേജ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് വെച്ച് ചെയ്ത ഫ്ലവറിൻ്റെ ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഏകദേശമൊക്കെ ഒരു ഫ്ലവർ രൂപത്തിലുണ്ടാവും. പിന്നെ മെസ്സേജ് നമുക്ക് വായിക്കാൻ പറ്റും. എന്നിട്ട് അതിങ്ങനെ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു ഫ്ലവർ പോലെ ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ കാർഡാണ്. അപ്പോൾ ആദ്യം ഞാൻ ഹാപ്പി ബർത്ത്ഡേ പിന്നെ 20 ഇയേഴ്സ് എന്നുള്ള രീതിയിൽ 20 വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 20 നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടോ കളർ ചെയ്തിട്ടോ എന്ത് സ്കെച്ചോ, ഞാനിവിടെ കളർ പെൻസിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് സ്കെച്ച് പെൻസോ മാർക്കേഴ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാൻ എന്നിട്ട് ഈ 20ൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കളർ ചെയ്ത് കൊടുത്തു. എൻ്റെ മൈൻഡിലുള്ളത് നമ്മളെ പാർട്ടിക്കെല്ലാം ഉണ്ടാകുന്ന ഫോയിൽ ബലൂൺസ് ഉണ്ടാവുമല്ലോ, പാർട്ടി ഡെക്കോസ് ആയിട്ടുള്ള ഫോയിൽ ബലൂൺസ്. അപ്പോൾ അങ്ങനെ ഫോയിൽ ബലൂണ് പോലെ ഒരു 20നെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഞാൻ ഏകദേശം അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുത്തു. പിന്നെ കുറച്ച് ഹാർട്ട് ഷേപ്പും കുറച്ച് സ്റ്റാറും ഒക്കെ അവിടെ ഇവിടെയൊക്കെ വരച്ച് ബോർഡറൊക്കെ ഒന്ന് സെറ്റാക്കി. അപ്പോൾ നമ്മുടെ കാർഡ് റെഡിയായി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ബർത്ത്ഡേ കാർഡൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.